ഇറാന് നേരെ മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ഇറാനെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കും, വേണ്ടി വന്നാൽ ആ ആയുധങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ ട്രംപ് മുഴക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കാൻ അമേരിക്ക ആരംഭിച്ച പ്രൊജക്ട് ഫ്രീഡം ദൗത്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ ഇറാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്നതായിരുന്നു ട്രംപിന്റെ കടുത്ത പ്രതികരണം. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതും. അതേപോലെ നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ് നേവി നടത്തുന്ന നീക്കങ്ങൾ അവിടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക സന്നാഹങ്ങളിൽ ഒന്നാണ് എന്നതാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ അത്യാധുനിക ആയുധങ്ങളാൽ തന്നെ സജ്ജമാണ് എന്നും ആവശ്യമായാൽ എല്ലാം വിനിയോഗിക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ ആ ഒരു ദക്ഷിണ കൊറിയൻ ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണ ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ദൗത്യത്തിൽ പങ്കാളികളാകാൻ സൗത്ത് കൊറിയയോട് ട്രംപ് അഭ്യർത്ഥന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ആവശ്യം അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ഇത് പങ്കുവയ്ക്കുന്നത്. മധ്യപൂർവേഷ്യയിൽ വീണ്ടും ഈ ഒരു സംഘർഷാവസ്ഥ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് നിലവിലിപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് നേരെ ഇറാൻ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതാകട്ടെ പുതിയ ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഇവിടെ UAE ലക്ഷ്യമിട്ട് ഇറാൻ ഏകദേശം 15 മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഇതിൽ 12 ബാലിസ്റ്റിക് മിസൈലുകളും 3 ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ തന്നെ 4 ഡ്രോണുകൾ ഉപയോഗിച്ചും ആക്രമണ ശ്രമം നടത്തിയതായി തന്നെ അധികൃതർ ഇവിടെ സ്ഥിരീകരണം നൽകുന്നുണ്ട്. പ്രവേശിച്ചിരിക്കുന്ന വലിയ രീതിയിൽ ഇവിടെ ഈ ഒരു സംഭവത്തിൽ ഇന്ത്യക്കാരുൾപ്പെടെ തന്നെ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ഇന്ത്യയിലും ഇത് ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നതായി തന്നെ വിലയിരുത്തുകയാണ്. ആക്രമണത്തിന്റെ ഭാഗമായി തന്നെ ഫുജൈറയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്നുകൊണ്ട് ഓയിൽ ഇൻഡസ്ട്രീസ് സോണിൽ തീപിടുത്തമുണ്ടായതായും സ്ഥിരീകരണം ലഭിക്കുന്നുണ്ട്. എന്നാൽ മറ്റ് നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും ഇവിടെ വന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഫുജൈറയിലെ മീഡിയ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ അവർ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം മാത്രം ഇറാൻ ഉപയോഗിച്ച 4 മിസൈലുകളിൽ 3 എണ്ണം തന്നെ അവിടെ തകർത്തതായി UAE അധികൃതർ അറിയിച്ചു. ശേഷിച്ച ഒരു മിസൈൽ കടലിൽ പതിച്ചതായും അവർ വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് പൊതുജനങ്ങൾക്കിടയിൽ അവിടെ വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കാതിരിക്കുന്നതിനായി തന്നെ ഒരു മുന്നറിയിപ്പ് അവിടെ അധികൃതർ നൽകുന്നതായും അറിയിക്കുന്നുണ്ട്. വിശ്വസനീയവും ഔദ്യോഗികവുമായ സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം അവിടെ ആശ്രയിക്കണമെന്നതാണ് ഇപ്പോൾ പൊതുജനങ്ങളോട് അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. മാത്രമല്ല സുരക്ഷാ സാഹചര്യങ്ങൾ അവിടെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ കൂടുതൽ വ്യക്തമാവും എന്നതും ഇവിടെ പ്രതീക്ഷിക്കപ്പെടുന്നതായും വിലയിരുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.